വല്യമ്മ എന്തൊക്കെയോ പറഞ്ഞു. അവരെ സമാധാനിപ്പിച്ചു വിടുമ്പോഴേക്കും അമ്മ അവിടേക്ക് വന്നു. ആരാ ഏട്ടത്തി വന്നു പോയത്? അതാ ശ്യാമള ആണ് ഗീതേ. അവരോ? അവരെന്ത് പറഞ്ഞു? കുറച്ച് പണം ചോദിക്കാൻ വന്നതാ. ഞാൻ എടുത്തു കൊടുത്തു. അത് കൊടുക്കാതെ അവർ മോളോട് വല്ലതും പോയി പറഞ്ഞാൽ നമുക്കല്ല ക്ഷീണം. എന്നാലും എനിക്കെന്തോ പേടി തോന്നുന്നു ഏട്ടത്തെ. ഇത്ര കാലം എന്ന് വെച്ചാൽ നമ്മളിത് മറച്ചു വെക്കുക. മോള് എന്തെങ്കിലും സത്യം അറിഞ്ഞാൽ. അമ്മ തളർച്ചയോടെ സോഫയിലേക്കിരുന്നു. അടുത്തായി വല്യമ്മയും. അറിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല ഗീതേ. വളർത്തുമകളായി അല്ലല്ലോ, സ്വന്തം കുഞ്ഞായിട്ടല്ലേ നമ്മൾ അവളെ വളർത്തിയത്. അവൾക്ക് നമ്മളെ മനസ്സിലാകും. അത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മുറിയിലേക്ക് പോന്നു. ആലോചിച്ച് നോക്കിയപ്പോൾ തോന്നി, ശരിയാണ്, എനിക്ക് തരുന്ന സ്നേഹവും പരിഗണനയും ഒന്നും ആരും തനുവിന് കൊടുത്തിട്ടില്ല. അവളെ ചെറിയ തെറ്റുകൾക്ക് പോലും ശിക്ഷിക്കുമ്പോൾ എൻ്റെ തെറ്റുകൾ കണ്ണടച്ച് വിടുകയാണ് പതിവ്. ഡ്രസ്സായാലും ആഭരണങ്ങളായാലും എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ എടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്നതാണ് അവൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് സത്യം. തനു ഈ വീട്ടിലെ കുട്ടിയല്ല, വളർത്തു മകളാണ്. എനിക്ക് കിട്ടിയ ഒരു പിടിവള്ളിയായിരുന്നു അത്. കേട്ട അന്നു തന്നെ സത്യങ്ങൾ തനുവിനെ അറിയിച്ചു. കല്യാണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അങ്ങനെ വന്നാൽ കാശിയേട്ടന് എനിക്ക് കിട്ടും എന്നും ഉറപ്പില്ല. അതുകൊണ്ട് ഒരവസരം വരുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. നടപ്പിലാക്കേണ്ട പ്ലാൻ തയ്യാറാക്കി വെച്ചു. അങ്ങനെ കാത്തിരുന്ന് തനുവിൻ്റെ കല്യാണം ഇങ്ങെത്തി. ഇന്ന് ഉച്ച കഴിഞ്ഞു. ഞാൻ തനുവിനെ ഫോണിൽ വിളിച്ചു. കാവിൻ്റെ അവിടേക്ക് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞു. നീ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ തനു? ഹേയ് ഇല്ല. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? വീട്ടിലേക്ക് വാ, എല്ലാവരും തിരക്കുന്നുണ്ട് നിന്നെ. അതൊക്കെ പറയാം, നീ ഇവിടെ ഇരിക്ക്. ഞാൻ തനുവിനെയും കൊണ്ട് ആലിൻ്റെ ചുവട്ടിലേക്കിരുന്നു. തനു, ഞാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. എന്താടി? നിനക്ക് ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇനിയും നീ അതറിഞ്ഞില്ലെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ തകരും. അതുകൊണ്ടാണ് എല്ലാവരും മറച്ചു വെച്ചിട്ടും ഞാനിത് പറയുന്നത്. നീ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയുന്നീലു. അത് പിന്നെ നീ വല്യച്ഛൻ്റെ സ്വന്തം മകൾ അല്ല തനു, വളർത്തുമകളാണ്. എന്താ നീ പറഞ്ഞത്? തനു ചാടി എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു. ഞാൻ അവളെ കയ്യിൽ പിടിച്ച് എൻ്റെ അടുത്തിരുത്തി. സത്യമാണ് തനു, ഞാനും ഈയിടക്കാണത് അറിയുന്നത്. എല്ലാവരും നിന്നേക്കാളും അടുപ്പവും സ്നേഹവും എന്നോട് കാണിക്കുമ്പോഴേ നീ സംശയിക്കേണ്ടതായിരുന്നു. തനു തടഞ്ഞിരിക്കുകയാണ്. അവളുടെ കരച്ചിൽ കണ്ടു സങ്കടം വന്നെങ്കിലും കാശിയേട്ടന് ഓർത്തപ്പോൾ വീണ്ടും ഉള്ളിൽ കനലെരിഞ്ഞു. തനു, നീ ഇങ്ങനെ കരയാതെ, എനിക്ക് പറയാനുള്ളത് കേൾക്കൂ. ഇനിയും എന്ത് എന്ന ഭാവത്തിൽ അവൾ കണ്ണു തുടച്ച് എന്നെ നോക്കി. ഇതിപ്പോൾ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഒരു കണക്കിന് കല്യാണത്തിന് മുമ്പ് തന്നെ അറിഞ്ഞത് നന്നായി. അല്ലെങ്കിൽ നാളെ കല്യാണം കഴിഞ്ഞ് കാശിയേട്ടൻ ഇതറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്തായാലും. ഞാൻ സങ്കടം ഭാവിച്ചു പറഞ്ഞു. ഇത്തവണ തനു ഒന്ന് ഞെട്ടി എന്നെ നോക്കി. നീ മുറപ്പെണ്ണാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കാശിയേട്ടനും അപ്പച്ചിയും മാമനും ഒക്കെ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അതെങ്ങനെയല്ല എന്നറിഞ്ഞാൽ അവർ നിന്നെ അടിച്ചു പുറത്താക്കും. ഇല്ല, അങ്ങനെയല്ല. കാശിയേട്ടന് എന്നെ ഇഷ്ടമാണ് എന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പക്ഷേ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അങ്ങനെ ഒന്നും ആയിരിക്കില്ല. പെട്ടെന്നൊരു ചെറുക്കനെ എവിടെ നിന്ന് കിട്ടും എന്നാലോചിച്ചു. വല്യച്ഛൻ തന്നെ ഏട്ടനോട് ചോദിച്ചു കാണും, നിന്നെ കെട്ടുമോ എന്ന്. ആളോട് എതിർക്കാൻ വയ്യാത്തത് കൊണ്ട് ഏട്ടൻ സമ്മതിച്ചു കാണും. അല്ല നീലു, ഏട്ടൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നോടുള്ള സ്നേഹം. പിന്നെ കണ്ണുകളിലല്ല സ്നേഹം കാണുന്നത്. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ടനത് മറച്ചു വെക്കാതെ നിന്നോട് പറഞ്ഞൂടെ? എന്താ പറയാതെ ഇരുന്നത്? തനുവിൻ്റെ മുഖത്തൊരു സംശയഭാവം ഞാൻ കണ്ടു. അതോടെ എനിക്ക് ആവേശം കൂടി. അല്ലെങ്കിൽ പിന്നെ ഇത്ര സുന്ദരിയായി ഞാൻ ഉള്ളപ്പോൾ ഏട്ടൻ നിന്നെ ഇഷ്ടപ്പെടുമോ? വെളുത്ത സുന്ദരനായ കാശിയേട്ടന് ശരിക്കും മേച്ചാകുന്നത് ഞാനല്ലേ? എന്നെ കളഞ്ഞു കരിമത്തി പോലെയുള്ള നിന്നെ ഏട്ടൻ ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ച് നീയാണ് വിഡ്ഢി. തനു തളർച്ചയോടെ എന്നെ നോക്കി. അവളുടെ ഹൃദയം ഒരുകുന്നത് കണ്ണുനീരായി വന്നുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ മനസ്സറിഞ്ഞില്ല. ഇവിടെ ഞാൻ തളർന്നാൽ കാശിയേട്ടന് എനിക്ക് നഷ്ടമാകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും ഞാൻ ശക്തിയാർജിച്ചു. വല്യച്ഛൻ്റെ കാര്യമെടുത്താൽ തന്നെ സ്വന്തം മകളല്ലാതെ നിന്നെക്കൊണ്ട് സഹോദരിയുടെ മകനെ കെട്ടിക്കാൻ ഇഷ്ടം ഉണ്ടാകില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവരും വേദനിക്കുകയേ ഉള്ളൂ. അച്ഛനും ചെറിയച്ഛനും. ഇത് വലിയ മാനക്കേടാകും. നീ പറഞ്ഞതുപോലെ ഈ അനാഥക്കൊരു ജീവിതം തന്നെ. അവരെയൊന്നും വിഷമിപ്പിക്കാൻ എനിക്കാവില്ല. അവൾ നടന്നു തുടങ്ങി. ഞാൻ അവളുടെ മുന്നിൽ കയറി നിന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കാശിയേട്ടൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മുറപ്പെണ്ണിനെ കെട്ടാൻ ഞാൻ അനുവദിക്കില്ല. അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്ത നിനക്ക് ഏട്ടനെ കിട്ടാനുള്ള ഒരു യോഗ്യതയും ഇല്ല. ഞാൻ ചീറി. എൻ്റെ ഭാവം കണ്ട തനു വിറച്ചുപോയി. അവളുടെ കരച്ചിലിൻ്റെ ശക്തി കൂടി. ഞാൻ തന്നെ എല്ലാവരോടും പറയും നീ ദത്തുപുത്രിയാണെന്ന്. അതോടെ കാശിയേട്ടൻ തന്നെ നിന്നെ വേണ്ടെന്ന് പറയും. സത്യം മറച്ചു വെച്ച നിന്നെ എല്ലാവരും മുറുക്കും. അത് വേണോ തനു? അവൾ കണ്ണീരോടെ എന്നെ നോക്കി. പിന്നെ നിശബ്ദഭാവത്തിൽ തലയാട്ടി.
എങ്കിൽ ചെല്ലൂ, ചെന്ന് അവരോടും പറയൂ കല്യാണത്തിന് സമ്മതം അല്ലെന്ന്. നീ വേണ്ടെന്ന് പറഞ്ഞാൽ അതോടെ കാശിയേട്ടൻ എനിക്ക് സ്വന്തമാകും. നിനക്ക് അനുയോജ്യനായ ഒരാളെ എല്ലാവരും കണ്ടെത്തി തരികയും ചെയ്യും. ചെല്ലാൻ. അപ്പോഴും അവൾ അനങ്ങാതെ നിന്നു. ഞാൻ ഫോണെടുത്തു. കാശിയേട്ടൻ്റെ നമ്പർ ഡയൽ ചെയ്ത് അവളെ നോക്കി. അവൾ അരുതെന്ന ഭാവത്തിൽ തലയാട്ടി. കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. വീട്ടിലേക്കാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ ഫോൺ കട്ട് ചെയ്തു. അല്പനേരം കൂടി അവിടെ നിന്ന ശേഷം ഞാൻ തിരിച്ചു വന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൾ അവിടേക്ക് വന്നില്ല എന്ന്. തന്നെ എവിടേക്കാണ് പോയതെന്ന് സത്യമായും എനിക്കറിയില്ല. വീണ്ടും ഒരിക്കൽ കൂടി നീലുവിൻ്റെ കരണം പുകയുന്ന ശബ്ദമാണ് എല്ലാവരെയും സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. ഇത്തവണ കാശിയല്ല, ഗീത ആയിരുന്നു എന്ന് മാത്രം. മഹാപാപി, നീ എന്താ ഈ ചെയ്തതെന്നറിയുമോ നിനക്ക്? നീ എന്താ പറഞ്ഞത്? ഡ്യൂപ്ലിക്കേറ്റ് മുറപ്പെണ്ണെന്നോ? എന്നാൽ കേട്ടോ, അത് തനുവല്ല, നീയാണ്. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞ് പ്രസവത്തോടെ തന്നെ മരിച്ച വിഷമത്തിൽ കിടക്കുമ്പോഴാണ് അടുത്ത ബെഡിൽ അമ്മ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഞാൻ കണ്ടത്. അത് നീയായിരുന്നു. ഞങ്ങൾ നിന്നെ എടുത്തു വളർത്തി. അനാഥയാണ് എന്ന് നിനക്കൊരിക്കലും തോന്നാതിരിക്കാൻ തനുമോളെക്കാളും നിന്നെ ഞങ്ങൾ സ്നേഹിച്ചു. പക്ഷെ നീയോ പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലോ വഞ്ചകി. ഗീതു നിന്ന് കത്തുകയായിരുന്നു. ശിവൻ അവരെ പിടിച്ചു മാറ്റി കസേരയിൽ ഇരുത്തി. നോവിക്കുന്നൊരു തരം നിശബ്ദത അവിടെയാകെ പരന്നു. ചാട്ടുള്ളി പോലെ തന്നിലേക്ക് വന്ന അമ്മയുടെ വാക്കുകൾ മുറിവേറ്റ നിലത്തേക്ക് ഇരുന്നു പോയി. അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. ഇത്രയും കാലം തന്നെ സ്നേഹത്തോടെ മാത്രം നോക്കിയ, ഒന്നും നുള്ളി നോക്കുക പോലും ചെയ്യാതിരുന്ന അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും അമ്മമാരുടെയും ഏട്ടന്മാരുടെയും താരച്ചയുടെയും രാജീവേട്ടൻ്റെയും എല്ലാം മുഖത്തെ ഭാവം അവൾക്ക് അപരിചിതമായിരുന്നു. എത്ര വേഗമാണ് ഒരു മനസ്സിൻ്റെ സ്നേഹം മാറി വെറുപ്പ് നിറയുന്നത്. എല്ലാം തകർന്നവനെ പോലെ നിൽക്കുന്ന കാശിയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി അവൾക്കുണ്ടായില്ല. എന്തിനാ നീലു നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിനക്കിഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞെങ്കിൽ പൂർണ്ണ മനസ്സോടെ കാശിയെ വിട്ടുതരില്ലായിരുന്നു തനു. തൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന അച്ഛൻ്റെ ചോദ്യങ്ങൾക്കൊന്നും നീലുവിന് മറുപടിയില്ലായിരുന്നു. എല്ലാത്തിനും കൂടെ നിന്നതല്ലേ താൻ? ഇത്രയുമൊക്കെ ചെയ്യും മുമ്പ് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്ന മോളെ? തന്നെയാണ്. അപ്പോഴും നിശബ്ദത വരുന്നതേയുള്ളൂ നീലു. ഒരു തുള്ളി കണ്ണീര് പോലും ആ മിഴികളിൽ നിന്നും വീണില്ല. എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാതെ. താരെ, നീ അവളെയും കൊണ്ട് അകത്തേക്ക് പോ. രാജീവ് ഇടപെട്ടു. താര നീലുവിൻ്റെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഒരു പാവയെപ്പോലെ അവൾ ചേച്ചിയുടെ പിന്നാലെ പോയി. കേട്ടതിൻ്റെ എല്ലാ ഷോക്കും നിന്നെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലും ആകെ നിലതെറ്റിയിരിക്കുകയാണെന്ന് അവളൊന്ന് തോന്നുന്നു. ബുദ്ധിമോശം ഒന്നും കാണിക്കാതെ നോക്കണം. രാജീവ് ശബ്ദം താഴ്ത്തി താരയോട് പറഞ്ഞു. അവളൊന്ന് മൂളി. പെട്ടെന്നുണ്ടായ ഉൾപ്രേരണയിൽ കാശി ഒന്ന് തിരിഞ്ഞു. പിന്നെ വണ്ടിയെടുത്ത് വേഗത്തിൽ പുറത്തേക്ക് പോയി. സന്തോഷം വന്നാലും സങ്കടം വന്നാലും തനു പോകാറുള്ളത് ഒരിടത്തേക്കാണ്. വീട്ടിൽ നിന്ന് അധികം ദൂരെയില്ലാത്ത കുന്നിൻ ചെരുവിൽ. ആ കാര്യം ആകെ അറിയാവുന്നത് കാശിക്കും തനുവിനും പിന്നെ നീലുവിനും മാത്രമാണ്. വിവാഹം ഉറപ്പിച്ച ദിവസം അവളോടൊപ്പം അവിടെ പോയത് അവൻ ഓർത്തു. അന്ന് താൻ കണ്ടതാണ് അവളുടെ കണ്ണുകളിലെ തിളക്കം, ആ പ്രണയം. അതുവരെയുള്ള അവളുടെ നോട്ടങ്ങളും പുഞ്ചിരിയും പൂർണ്ണമായത് ആ നിമിഷത്തിലായിരുന്നു. ഇഷ്ടമാണെന്ന് ഒരിക്കൽ പോലും പറയാതെ, ഒരു വാക്കുപോലും പ്രണയപൂർവ്വം പറയാതെ, സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുക, തീവ്രമായി പ്രണയിക്കുക, മുറിഞ്ഞാലും ചോര പൊടിഞ്ഞാലും പ്രണയിച്ചു കൊണ്ടേയിരിക്കുക. എത്ര വിചിത്രമാണ് മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥകൾ. ഇത്രയും നേരം എല്ലായിടത്തും തിരഞ്ഞിട്ടും ആ സ്ഥലം തൻ്റെ മനസ്സിൽ വന്നില്ലല്ലോ. അവൻ ഊക്കോടെ സ്റ്റിയറിങ്ങിൽ ഇടിച്ചു. കാശിയുടെ കാലിൽ ആക്സിലേറ്ററിൽ അമർന്നു. കുന്നിന് താഴെ വണ്ടി നിർത്തിയവൻ നടക്കാൻ തുടങ്ങി. ഇടക്ക് കാലിൽ എന്തോ ഒന്ന് തട്ടി. താഴേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. തനുവിൻ്റെ ചെരുപ്പ്. കാശിയുടെ ഉള്ളിലെ പോലീസുകാരൻ അപകടം മണത്തു.